വിഷ്ണു വിലാസിനി എന്ന പദം ദേവിക്ക് മഹാവിഷ്ണുവുമായിട്ടുള്ള ബന്ധമാണ് കാണിക്കുന്നത്. വിഷ്ണുവിന്റെ സ്ത്രൈണഭാവം അങ്ങനെ വേണമെങ്കിൽ പറയാം. ലോക സംരക്ഷണത്തിന് ഭഗവാൻ പ്രയോഗിക്കുന്ന മായ, അതിനെയാണ് വിഷ്ണു മായ എന്ന് പറയുന്നത്. അങ്ങനെ വേണമെങ്കിലും ഈ നാമത്തിന് നമുക്ക് അർത്ഥമെടുക്കാം. അപ്പൊ യശോദയുടെ ഗൃഹത്തിൽ ജനിക്കുകയും കംസന്റെ പിടിവിട്ട് മേൽപോട്ട് ഉയരുകയും ചെയ്ത ദേവിയുടെ പേരെന്താണ്? വിഷ്ണുമായ എന്നാണ്, അല്ലെ? അപ്പൊ അമൃത മഥന സമയത്ത് മോഹിനിയായിട്ട് വന്നതാര്? ഇതേ ദേവി തന്നെയാണ്. അപ്പൊ ഭഗവാൻ പ്രയോഗിക്കുന്ന വിക്ഷേപവും ആവരണവുമാണ് ഈ മായ. അപ്പൊ ദേവിക്ക് എത്ര സ്വരൂപങ്ങളാണ് എടുക്കുന്നത് നോക്കൂ. അതാണ് ഈ വിക്ഷേപവും ആവരണവും രണ്ടും മായയുടെ രണ്ട് കളികളാണ്. ഇപ്പൊ കിരാതം എന്ന് പറയുന്ന കഥ എന്താണ്? പാർവതി പരമേശ്വരന്മാർ കിരാത വേഷത്തില് അർജുനനെ പരീക്ഷിക്കാൻ എത്തുന്നുവെന്നും യുദ്ധത്തിൽ തോൽക്കാൻ തുടങ്ങിയപ്പോൾ അർജുനൻ ദേവിയെ സ്തുതിക്കുന്നുവെന്നും, അതായത് ജിഷ്ണുവും വിഷ്ണുവും ഒരർത്ഥം തന്നെയാണ്. അപ്പൊ വിഷ്ണുവിനാൽ സ്തുതിക്കപ്പെടുന്നുവെന്നും നമുക്ക് എടുക്കാം. അപ്പൊ അങ്ങനെ ദേവി എന്താ തന്റെ യഥാർത്ഥ സ്വരൂപത്തെ കാണിച്ചു. അതാണ് കാടാമ്പുഴ ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പൊ ഒരു പന്നിക്ക് വേണ്ടിയിട്ട് ശിവനുമായിട്ട് അർജുനൻ പാശുപതാസ്ത്രത്തിന് വേണ്ടി തപസ് ചെയ്തപ്പോ ഒരു പന്നിക്ക് വേണ്ടി അവര് തമ്മില് മത്സരം ഉണ്ടാകുകയാണ്. അപ്പൊ അങ്ങനെയാണ് കിരാത പാർവതിയും കിരാത ശിവനും. അപ്പൊ അങ്ങനെ അർജുനനാൽ സ്തുതിക്കപ്പെട്ട അല്ലയോ ദേവി, വിഷ്ണുവിനാൽ സ്തുതിക്കപ്പെട്ടതെന്ന് എടുക്കണമെങ്കിൽ എന്താ? അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പൊ കബർദിനി എന്ന ഒരു പ്രയോഗം, കബർദിനി എന്നാണ് ശരിക്കും പറഞ്ഞാൽ. കബർദം എന്ന് പറഞ്ഞാൽ ജഡ, ശിവന്റെ ജഡയ്ക്കാണ് കബർദം എന്ന് പറയുന്നത്. സ്ത്രീ ജനങ്ങൾക്ക് തലമുടിയോട് താല്പര്യം കൂടുമെങ്കിലും ഭഗവാൻ ശിവൻ ജഡാധാരി ആയതുകൊണ്ട് ആ ഒരു ഭർത്താവിന്റെ ഹിതമനുസരിച്ച് ദേവി ജഡ ധരിക്കാൻ തുടങ്ങിയെന്ന് അർത്ഥമെടുക്കണം. കാരണം കബർദിനി, ജഡ ധരിച്ചവളെ എന്നാണ് അവിടെ അർത്ഥം വരുന്നത്. അപ്പൊ നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഐഗിരി നന്ദിനി എന്ന് പറയുന്നത് ലാസ്യഭാവത്തിലുള്ള ഒരു സ്തോത്രമാണ്. സമഗ്രമായിരിക്കുന്ന ഒരു ദേവതയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. കാരണം ജയിക്കേണ്ട ഈ പ്രപഞ്ചത്തിലെ ഒറ്റ ശക്തിയേ ഉള്ളൂ. ആ ഒരൊറ്റ ആളിനെ കുറിച്ചാണ് 21 ശ്ലോകങ്ങളും പറയുന്നത്. ആരാണ്? നമ്മുടെ അമ്മ. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി, സ്ഥിതി, സംഹാരം മൂന്ന് നടത്തുന്ന ദേവി എന്നും വിജയിച്ചരുളട്ടെ. അമ്മയ്ക്ക് മാത്രമേ ജയമുള്ളൂ, അമ്മയ്ക്ക് പരാജയമില്ല. ഓരോ ശ്ലോകങ്ങളും അതാണ്, ജയ ജയ ജയ. എന്താ പറയുക? ജയിക്കട്ടെ ജയിക്കട്ടെ. എന്താ അത് കാണിക്കുന്നത്? ഈ പ്രപഞ്ചത്തില്, ഈ പ്രപഞ്ചം ഉള്ളിടത്തോളം കാലം, എന്ന് പ്രപഞ്ചം ഉണ്ടായോ ഇനി അത് എന്ന് തിരിച്ചു ലയിക്കുന്നു അന്ന് വരെ ഈ പ്രപഞ്ചത്തിൽ ജയിക്കേണ്ട ഒറ്റ ശക്തിയേ ഉള്ളൂ, അത് ദേവിയാണ്. അപ്പോ ഈ 21 ശ്ലോകങ്ങളും ഈ ശൈലസുതയെ പാർവതി ദേവിയായിരിക്കുന്ന പർവ്വത നന്ദിനിയായിട്ടിരിക്കുന്ന ആ ഒരു സുന്ദരമായ കബർദത്തോടുകൂടി ജഡ മകുടത്തോടു കൂടിയ ദേവിയാണ്. ആ ദേവി വിജയിക്കട്ടെ എന്ന് പറയുന്നു. അപ്പൊ നമുക്ക് ഈ ദേവി വിജയിക്കട്ടെ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും ആരാണ്, എങ്ങനെയാ നമ്മൾ വിജയിക്കുന്നത്? ഈ ദേവിയുടെ ഒരു സ്ഫുരണമാണ് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നത്, അല്ലേ? അപ്പൊ നമ്മൾ ദേവി വിജയിക്കട്ടെ എന്ന് പറയുമ്പോൾ എവിടെയാ ജയം സംഭവിക്കുക? നമ്മള് ക്ഷേത്രത്തിൽ നടക്കുന്ന പോലെ പ്രതിബിംബവാദമാണ് ഇവിടെ. നമ്മൾ ബിംബത്തെ നോക്കി എന്ത് പറഞ്ഞാലും പ്രതിബിംബമായിരിക്കണം നമ്മുടെ ഉള്ളിലാ മാറ്റം വരിക. ദേവി വിജയിക്കട്ടെ, ദേവി വിജയിക്കട്ടെ എന്ന് പറയുമ്പോൾ എന്റെ വിജയം സുനിശ്ചിതം. കാരണം എന്താ? ഈ വിജയശ്രീ ലാളിതയായിട്ട് എല്ലാരെയും ജയിപ്പിക്കുകയും ജയിക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന ശക്തി നമ്മുടെ ഉള്ളിലാണ് ഇരിക്കണം എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകും. അപ്പൊ മഹിഷൻ എന്ന് പറയുന്ന സകല വിനാശങ്ങൾക്കും മൃത്യുവിനും കാരണമായിരിക്കുന്ന ആസുരി സമ്പത്തിയാണ്. അപ്പൊ ജനനത്തോടെ നമുക്കുള്ളതാണിത്. എല്ലാവരുടെ ഉള്ളിലും ഈ മഹിഷാസുരനുണ്ട്. കാരണം എന്താണ് ഈ മഹിഷാസുരൻ എന്ന് പറയുന്നത്? പൂർവജന്മ പാപം. അപ്പൊ പൂർവജന്മ പാപം കൊണ്ടാണ് നമുക്ക് ജന്മം ഉണ്ടാകുന്നത്, ഇല്ലേ? അതുകൊണ്ടാണ് നമ്മൾ പ്രാരാബ്ധ ശരീരം, പ്രകർഷേണ ആരംഭിച്ച ശരീരം എന്ന് പറയാൻ കാരണം. അങ്ങനെയുള്ളവർക്ക് ജനനമുണ്ട്, അതിന്റെ കൂടെ തന്നെ മൃതിയും ഉണ്ടാകും, മരണം ഉണ്ടാകും. ഇല്ലെങ്കിലും മൃത്യു ഇല്ല. ഈ ശരീരം എടുക്കാത്തവർക്ക് പാപമില്ല, അതുകൊണ്ട് അവർക്ക് എന്തില്ല? മൃത്യുവുമില്ല. അപ്പൊ നമ്മുടെ കോശത്തില് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന DNA-യിലൊക്കെ തന്നെ ഈ ആസുരി സമ്പത്തുകളെല്ലാം ഉണ്ട്. അതവിടെ ഉറങ്ങിക്കിടക്കുകയാണ്. ഇതാണ് ഉള്ളിലിരുന്ന് മൃത്യുവിന് പ്രേരണ ഉണ്ടാക്കുന്നത്. ഇപ്പൊ സൃഷ്ടി എന്ന് പറയുന്നത് മൃത്യുവും ഒന്നാണ്. എന്താ കാരണം? ഈ പറയുന്ന ശരീരമാണ് രണ്ടും ഉണ്ടാക്കുന്നത്. രണ്ടും എന്താ? ജനനവും മരണവും ഈ ദേഹത്തിലാണ് സംഭവിക്കുന്നത്, അല്ലെ? അപ്പൊ ഇതിനകത്ത് ഇത് രണ്ടും സംഭവിക്കാത്ത ഒരു വസ്തുവുണ്ട്. ജനിച്ചതിനെല്ലാം ഈ പ്രപഞ്ചത്തിൽ മൃത്യുണ്ട്. അത് പ്രപഞ്ചത്തിന്റെ നിയമമാണ്. ഈ ആസുരി സമ്പത്തിയാണ് ദേവി നശിപ്പിക്കുന്നത്. കാരണം മഹിഷനെ മർദ്ദിച്ചവൾ ആ ദേവി ഭൂരി കുടുംബിനിയാണ്, കുടുംബത്തെ നയിക്കുന്നവളാണ്. ആദി പിതാക്കളുടെ കുടുംബത്തെ നയിക്കുന്നവൾ. എങ്ങനെയാണ് ആദി പിതാക്കളെ കുടുംബത്തെ നയിക്കുന്നത്? ലക്ഷ്മിയായിട്ട്, സരസ്വതിയായിട്ട്, പാർവതിയായിട്ട് വിരാജിക്കുന്നവൾ.
സൃഷ്ടിസ്ഥിതി സംഹാരകരായിരിക്കുന്ന ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ ശക്തി ഭാവമായിട്ടിരിക്കുന്നവൾ. അതാണ് കുടുംബിനിയായിട്ടിരിക്കുന്നവൾ. അല്ലയോ ദേവി? അതാ കാരണം നമ്മൾ ഒന്നിനെ വ്യത്യസ്തമായിട്ട് കാണുമ്പോൾ ഏകമായിരിക്കുന്ന ഒന്നാണ് വ്യത്യസ്തമായിട്ട് നമുക്ക് തോന്നുന്നത്. പലതായിട്ട് തോന്നുന്നെങ്കിലും അതെന്താണ്? ഏകമായിട്ട് ഒന്നാണ്. ഉണ്മ ഒന്നേ ഉള്ളൂ. ഇപ്പൊ ശിതികണ്ഠനായിരിക്കുന്ന ശിവന്റെ കുടുംബിനിയാണ് ദേവി. സദാശിവ പത്നിയാണ്, മഹേശ്വര പത്നിയായ അല്ലയോ ദേവി അമ്മേ. നമ്മള് ആ ഒരു ജിഷ്ണുവാൽ അർജുനനാൽ സ്തുതിക്കപ്പെട്ടവളല്ലേ? മഹാഭാരതത്തിലെ ഭീഷ്മ പർവ്വതത്തില് അർജുനൻ ദുർഗാ ഭഗവതിയെ സ്തുതിക്കുന്നുണ്ട്. ഏത് യുദ്ധത്തിലും രണദേവതയായിരിക്കുന്ന ഈ രണദേവത എന്ന് പറഞ്ഞാൽ എവിടെയാണ് യുദ്ധം? യുദ്ധം എന്ന് പറഞ്ഞാല് നമ്മൾ ആയുധം കൊണ്ടുള്ള യുദ്ധക്കളത്തിലെ യുദ്ധം അല്ല പറയണത്. ഒരു വീട്ടില് ഒരു രണ്ടുപേര് തമ്മിൽ വാക്തർക്കം ഉണ്ടായി, അതിനെ നമ്മൾ യുദ്ധം എന്നാ പറയുന്നത്. വാക്കുകൾ കൊണ്ടുള്ള യുദ്ധം അല്ലേ? എവിടെയാണോ യുദ്ധം ഉണ്ടാകുന്നത് അവിടെ ആരാണ് രണദേവതയായിട്ട് ഈ ആസുരി സമ്പത്തികളെ നശിപ്പിക്കുന്നതാണ് ദേവി. ഇപ്പൊ യുദ്ധത്തിൽ രണ്ട് ഭാഗത്തും ഉണ്ട് ദുഷ്ടരും ശിഷ്ടരും. ഇപ്പൊ നമ്മളെ ഒരു ഭാഗത്താണ് ധർമ്മം എന്ന് പറഞ്ഞാലും ധർമ്മത്തിന്റെ ഭാഗത്തും എല്ലാവരും നല്ലവരായിരിക്കണം എന്നില്ല, അവിടെയും ദുഷ്ടരുണ്ടാകും. അപ്പൊ ഈ രണ്ട് ഭാഗത്തുള്ള ദുഷ്ടരെ നിഗ്രഹിക്കുകയും ശിഷ്ടരെ പരിപാലിക്കുകയും ചെയ്യുന്നത് ദേവിയുടെ ധർമ്മ പരിപാലനമാണ്. ഇപ്പൊ സംഗ്രാമ ഭൂമിയില് രണചണ്ഡികയായിട്ടുള്ള ദേവിയുടെ പേര് സംഗ്രാമ ദേവത എന്നാണ്. ഭഗവതി എന്നുള്ള പേര് ഭവസാഗരത്തെ സമർത്ഥമായിട്ട് താണ്ടുന്നതിനുള്ള യോഗം. അത് ആർക്ക് സ്വാധീനമാണോ അവള് ഭഗവതി, അത് ആർക്ക് സ്വാധീനമാണോ അദ്ദേഹം ഭഗവാൻ. ഈ ഭവസാഗരത്തെ കടക്കണം. എങ്ങനെ ഈ ഭവസാഗരം എന്ന് പറയുന്നത്? എന്താണ് ഭവസാഗരം? നമ്മുടെ ജാഗ്രത, സ്വപ്നം, സുഷുപ്തികള്. ആരാണോ ഈ മൂന്ന് അവസ്ഥകളെ കടന്ന് സത്യവസ്തുവിനെ കണ്ടെത്തുന്നത്, ആ യോഗത്തെ സ്വാധീനമാക്കിയിട്ടുള്ളവൾ അതാണ് ഭഗവതി. നമ്മൾ എപ്പോഴാണ്, നമ്മളും ഭഗവതിയാണല്ലേ? ആ അഷ്ട ഐശ്വര്യങ്ങൾ നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ ഈ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്നുള്ള മൂന്ന് അവസ്ഥകളെ കഴിഞ്ഞ് എപ്പോഴാണോ ഒരു വ്യക്തി അവന്റെ തുരീയ ഭാവത്തിലേക്ക് പോകുന്നത്, അവൻ ഭഗവതിയായി, അവന്റെ യഥാർത്ഥ സ്വരൂപത്തെ അറിഞ്ഞു. ഈ ദേവി ആരാണ്? വിഷ്ണുവിലാസിനി. ആ വിഷ്ണുവിലാസിനി, വിഷ്ണുവിന്റെ ലീലയായിട്ട് മാറുന്നവൾ. ഇപ്പൊ ഗിരിവരനായിരിക്കുന്ന പർവ്വതശ്രേഷ്ഠനായിരിക്കുന്ന ആ വിന്ധ്യാചലത്തിൽ വസിക്കുന്നവളായിരിക്കുന്ന, അതായത് ഈ വിന്ധ്യാചലം എന്ന് പറയുന്നത് മധ്യഭാരതത്തില് ഭോപ്പാൽ എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലം, അവിടെയാണ് ശരിക്കും അത് ഉൾക്കൊള്ളുന്ന ഒരു സ്ഥലമാണ്. അതാണ് വിന്ധ്യാചലം. അപ്പോ ഇവിടെ ശരിക്കും പറഞ്ഞാല് രേവാ നദി എന്ന് പറയുന്നത് ഈ വിന്ധ്യാചല വാസിനിയുടെ പാദപത്മങ്ങളിൽ നമസ്കരിക്കണമെന്നാണ് കവിഭാവന. അപ്പൊ ദേവിക്ക് പ്രിയപ്പെട്ടതാണ് ഈ വിന്ധ്യാചലം. കാരണം ഗിരിവരന്റെ ശിരസില് അധിനിവസിക്കുന്നവൾ, നന്ദികേശ്വരനാൽ സദാ സ്തുതിക്കപ്പെടുന്നവൾ. ആരാണ് നന്ദികേശ്വരൻ? ഏറ്റവും ഉയർന്ന ശ്രീവിദ്യ ഉപാസകനാണ് നന്ദികേശ്വരൻ. അദ്ദേഹത്തിന്റെ വിദ്യയാണ് നന്ദി വിദ്യ. ഇപ്പൊ ചന്ദ്രനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ചന്ദ്രനാര? ചന്ദ്രവിദ്യ, മനുവിദ്യ എല്ലാം ലളിതാ സഹസ്രനാമത്തിൽ വരുന്നതാണ് അല്ലെ? അപ്പൊ ശ്രീവിദ്യ ഉപാസകനായിരിക്കുന്ന നന്ദികേശ്വരൻ സംഗീതത്തിന്റെയും വ്യാകരണത്തിന്റെയും ആചാര്യനാണ്. മഹേശ്വരന്റെ 14 സൂത്രങ്ങൾക്ക് നന്ദികേശ്വരനാണ് ഭാഷ്യം രചിച്ചിട്ടുള്ളത്. അപ്പൊ നന്ദിയാൽ സ്തുതിക്കപ്പെടുന്നവൾ. വൈഷ്ണവി ശക്തിയായിട്ട് പറയുമ്പോ ആ ഒരു കൃഷ്ണ അവതാര കാലത്ത് നന്ദഗോപർ സ്തുതിച്ച വിഷ്ണുമായിട്ട് നമുക്ക് ഈ ദേവിയെ പറയാം. അപ്പൊ വിശ്വവിനോദിനി, വിശ്വത്തെ സന്തോഷിപ്പിക്കുന്നവൾ, സന്തോഷത്തിന്റെയും വിനോദത്തിന്റെയും അധിഷ്ഠാത്രിയായിരിക്കുന്ന ദേവി. ആ ദേവി എപ്പോഴൊക്കെയാണ് ഈ ഭൂമിയിൽ അധർമ്മം ഉണ്ടാകുന്നോ അതിനെ നശിപ്പിച്ച് ഭൂമിയെ, അതായത് മേദിനിയെ ആനന്ദത്തിലേക്ക് നയിക്കുന്നു. അല്ലയോ ഐ എന്ന് പറഞ്ഞാൽ അമ്മേ. ഐംകാരം എന്ന് പറഞ്ഞാൽ ശരിക്കും ഏറ്റവും ഉയർന്ന നാമമാണ് ദേവിയുടെ അമ്മാന്ന് വിളിക്കുക. പാർവതി അല്ലയോ അമ്മേ, അവിടുന്ന് ജയിച്ചാലും അല്ലയോ ദേവി, ഈ അണ്ടകടാഹങ്ങളിലിരിക്കുന്ന എല്ലാത്തിനെയും സൃഷ്ടിച്ച് എല്ലാ ജീവരാശികളിലും ആനന്ദ സ്വരൂപമായിട്ട് ഇരുന്നു കൊണ്ട് ആനന്ദിപ്പിക്കുന്ന അല്ലയോ മാതാവേ, ശിവകുടുംബിനി, വിന്ധ്യാചല വാസിനിയായിരിക്കുന്ന മഹാലക്ഷ്മി, ഹേ ഭഗവതി, സദാശിവ പത്നിയായവളെ, സകല ദേവന്മാരുടെയും തേജോ പുഞ്ചത്തിൽ നിന്നുണ്ടായ തേജോവതിയായ നല്ല ജടാഭാരത്തോടു കൂടിയ മഹിഷാസുര മർദിനിയായിരിക്കുന്ന മനോഹരിയായിരിക്കുന്ന അവിടുന്ന് വിജയിച്ചരുളിയാലും. ഇതാണ് ശ്ലോകാർത്ഥം. ഇനി നമ്മൾ സാധനാതലത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ജീവന്മാരെ ആനന്ദിപ്പിക്കുന്നത് എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും പറഞ്ഞാൽ ദേവിയുടെ സച്ചിദാനന്ദ സ്വരൂപമാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് ആനന്ദ സ്വരൂപിണിയായിരിക്കുന്ന അമ്മ എന്ന് പറഞ്ഞാല് സാക്ഷാൽ ബ്രഹ്മസ്വരൂപിണി തന്നെയാണ്. ഇത് സാധനാതലത്തിലെ അർത്ഥമാണ്. ഏകവും അദ്വൈതവുമായിരിക്കുന്ന തഥാകാരമാണ് എല്ലാ ജീവികളിലും ആനന്ദ സ്വരൂപം. എന്താണ് തഥാകാരം?
തത്പദലക്ഷ്യാർത്ഥ തത് സ്വരൂപം. അല്ലെ, തത് സ്വരൂപം എന്താണ്? ദേവി നമുക്ക് ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നുണ്ട് തത്പദ ലക്ഷ്യാർത്ഥ. മഹാവാക്യങ്ങളിൽ ഇരിക്കുന്ന തത്പദത്തെ, അതിനെ മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിനെ അറിയാൻ പറ്റൂ. ഇല്ലേ, എങ്കിലേ നമുക്ക് അഹം ബ്രഹ്മാസ്മി എന്ന് പറയാൻ പറ്റൂ. എല്ലാ കർമ്മങ്ങളിലും എല്ലാ വ്യാപാരങ്ങളിലും അതിൽ നിന്നുണ്ടാകുന്ന ശക്തി വിലാസമാണ് ഈ ദേവതയായിട്ട് എല്ലാത്തിലും പ്രകടമാകുന്നതെന്നർത്ഥം. അപ്പൊ തഥാകാര ബ്രഹ്മം തന്നെയാണ് ഈ വാസനാമയമായിരിക്കണം നമ്മുടെ ശരീരത്തിൽ ഇരിക്കുന്നതെന്ന് തിരിച്ചറിയണം. ഇപ്പൊ പാത്രങ്ങളുടെ ഭേദമനുസരിച്ച്, കാരണം ഒരു പലതായിട്ട് കാണപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ വാസനാപരമായിരിക്കുന്ന ഏത് പാത്രത്തിൽ ഈ പ്രപഞ്ചത്തിൽ ഇരിക്കുന്നതെല്ലാം വാസനാമയ ശരീരത്തോട് കൂടിയതാണ്, അല്ലേ? പക്ഷെ ഏത് പാത്രത്തിലും ഇരിക്കുന്നത് ആരാണ്? ഈ ശക്തി തന്നെയാണ്. ആ ദേവതകളുടെ എല്ലാം ദേവതയായിരിക്കുന്ന അല്ലയോ അമ്മേ ഭഗവതി മഹിഷാസുരമർദ്ദിനി, അവിടുന്ന് സദാ വിജയിച്ചരുളിയാലും. ഇതാണ് ആദ്യത്തെ ശ്ലോകത്തിന്റെ അർത്ഥം. ആദ്യം നമുക്കത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിലും അതിന്റെ അർത്ഥം മനസ്സിലാക്കി കഴിയുമ്പോൾ വളരെ നന്നായിട്ട് മനസ്സിലാവും. അപ്പോ ആദ്യത്തെ ശ്ലോകം ഐഗിരി നന്ദിനി. നമുക്ക് രണ്ടാമത്തെ ശ്ലോകം കൂടെ നോക്കാം. സുരവര ഹർഷിണി ദുർധര ധർഷിണി നിർമുഖമർഷിണി ഹർഷരതേ ത്രിഭുവന പോഷിണി ശങ്കര തോഷിണി കിൽബിഷമോഷിണി ഘോഷരതേ. ഇതിൽ ചെറിയ വാക്കുകൾ ചില ബുക്കുകളിൽ വ്യത്യാസമുണ്ട്. പക്ഷെ ഇത് എല്ലാം ഒരേപോലെ തന്നെ നമുക്ക് എടുത്താൽ മതി, കുറച്ച് വ്യത്യാസമേ ഉള്ളൂ. ധനുജ നിരോഷിണി ദിതി സുതരോഷിണി ദുർമദ ശോഷിണി സിന്ധു സുതേ ജയ ജയ ഹേ മഹിഷാസുരമർദ്ദിനി രമ്യകവർദ്ദിനി ശൈലസുതേ. സുരവര ഹർഷിണി, തുടർച്ചയായിട്ടുള്ള അസുര നിഗ്രഹത്തില് ദേവന്മാർക്ക് സന്തോഷം നൽകുന്നവളെ. ദുർധര ധർഷിണി, കാണുന്നവർക്ക് സഹിക്കാൻ കഴിയാത്ത തേജസ്സോട് കൂടിയവളെ. ദുർമുഖ മർഷിണി, ദുർമുഖൻ എന്ന് പറയുന്ന അസുരനെ നിഗ്രഹിച്ചവളെ. ഹർഷരഥേ, ഹർഷരഥ എന്ന് പറഞ്ഞാല് ഈ രീതിയിൽ ദേവന്മാർക്കും മനുഷ്യർക്കും വേണ്ടി സേവനം ചെയ്യാൻ കഴിഞ്ഞതില് അത്യന്തം സന്തോഷത്തോടു കൂടിയുള്ളവളെ, പ്രിയമുള്ളവളെ, സ്ഥിരമായ ആനന്ദത്തോടു കൂടിയവളെ. കാരണം ദുർഗ, കാളി എന്നീ സങ്കല്പത്തില് കോപഭാവത്തിലാണ് ദേവി എപ്പോഴും നിൽക്കുന്നത്. കാരണം യുദ്ധ ആയുധങ്ങളും വെച്ച് എപ്പോഴാണോ ശത്രു വരണമെന്ന് നോക്കി നിൽക്കുകയാണ്. പക്ഷെ അതിലും നമ്മൾ എന്താ കാണുന്നത്? ഹർഷരഥേ, എല്ലാവർക്കും സന്തോഷം. ഈ രൂപം പോലും സാധകന്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ഭക്തിയുള്ള ഒരു വ്യക്തിയുടെ ഉള്ളില് ഈ രൂപത്തെ കണ്ടാൽ പോലും സന്തോഷം ആണ്, അല്ലെ? അപ്പൊ കോപത്തിലാണ് ഇരിക്കുന്നെങ്കിൽ പോലും അല്ലയോ അമ്മേ, അമ്മ സന്തോഷം കൊടുക്കുന്നവളാണ്. ഇവിടെ നമുക്ക് സ്ഥായി ആയിട്ടുള്ള ഭാവം എന്താണ്? ദേവിയുടെ ആനന്ദമാണ്. അപ്പൊ അതുകൊണ്ട് ഏത് ഭാവത്തിൽ നിന്നാലും അമ്മയോട് നമുക്ക് വല്ലാത്തൊരു അടുപ്പമാണ് തോന്നുന്നത്, ഒരു ഭയമല്ല. ത്രിഭുവന പോഷിണി, 3 ലോകങ്ങളെയും സദാ പോഷിപ്പിച്ച് വളർത്തിക്കൊണ്ടിരിക്കുന്നവളെ. ശങ്കര തോഷിണി, ശിവന് അത്യധികമായിട്ടുള്ള ആഹ്ലാദം നൽകുന്നവളെ. ഈ അസുരധ്വംസനം കൊണ്ട് ശിവന്റെ ജോലിഭാരം കുറയുന്നതിനോട് തന്നോട് സ്വാഭിപ്രായം പ്രകടിപ്പിക്കുന്നതിൽ സന്തോഷത്തോടു കൂടിയത്. ശങ്കരൻ എങ്ങനെയാ സന്തോഷിക്കുന്നത്? ദേവിയാണ് എല്ലാം ചെയ്യുന്നത്, അല്ലെ? തന്റെ ഭാര്യയുടെ കഴിവിൽ സന്തോഷത്തോടു കൂടിയിരിക്കുന്ന ശങ്കരനെ സന്തോഷിപ്പിക്കുന്നവളെ. കിൽബിഷമോഷിണി, ഭക്തന്മാരുടെ, കിൽബിഷം എന്ന് പറഞ്ഞ പാപം, ഭക്തന്മാരുടെ പാപത്തെ ഇല്ലാതാക്കുന്നവളെ. ഘോഷരഥേ, ആഘോഷങ്ങളിൽ താല്പര്യമുള്ളവളെ. ധനുജ നിരോഷിണി, കശിപ പത്നിയായിട്ടുള്ള ധനുവിന്റെ മക്കളായിട്ടുള്ള ദാനവന്മാരെ രോധിക്കുന്നവളെ, തടുക്കുന്നവളെ. ദിതി സുതരോഷിണി, ദിതിയുടെ മക്കൾ, നമുക്ക് ദൈത്യന്മാരെയും ദാനവന്മാരെയും ആണ് ഈ പറയുന്നത്. ദിതി, അതായത് ദിതിയുടെ മക്കളായിരിക്കുന്ന ദൈത്യന്മാരോട് കോപിക്കുന്നവളെ. ദുർമത ശോഷിണി, അഹങ്കാരികളുടെ ഒരു മതത്തെ ഇല്ലാതാക്കുന്നവളെ. സിന്ധു സുതേ, സിന്ധു എന്ന് പറഞ്ഞാല് സിന്ധു സമുദ്രത്തിന്റെ മകളെ. രണ്ടർത്ഥമുണ്ട് അതിനകത്ത്, നമുക്ക് നോക്കാം. അപ്പൊ ഈ ഒരു എന്താ പറയാ, രണ്ടാമത്തെ ശ്ലോകത്തില് തുടർച്ചയായിട്ട് അസുര നിഗ്രഹം ചെയ്തുകൊണ്ട് ദേവന്മാർക്ക് സന്തോഷം പകരുന്നവളും ദുസ്സഹമായിരിക്കുന്ന തേജസ്സോട് കൂടിയവളും ദുർമുഖൻ എന്ന് പറയുന്ന അസുരനെ തോൽപ്പിച്ചവളും ഭക്തജന സംരക്ഷണത്തിൽ ആനന്ദം അനുഭവിക്കുന്നവളും ത്രിലോകങ്ങളെയും രക്ഷിക്കുന്നവളും ശ്രീ ശങ്കരനെ സന്തോഷിപ്പിക്കുന്നവളും ഭക്തരുടെ പാപത്തെ നശിപ്പിക്കുന്നവളും സാഗരപുത്രിയായ മഹാലക്ഷ്മിയായിരിക്കുന്നവളും ജടാധാരിണിയും ഹിമവൽ പുത്രിയും മഹിഷാസുര മർദ്ദിനിയുമായിരിക്കുന്ന അല്ലയോ ദേവി, അവിടുന്ന് വിജയിച്ചരുളിയാലും. ഇപ്പൊ മുകളിൽ പറഞ്ഞ ധനുജന്മാര് ദൈത്യന്മാര് രണ്ടും ഒന്ന് തന്നെയാണ്. കശ്യപ പ്രജാപതിയുടെ ഭക്തിമാരാണ് ദിതിയും ധനുവും. അപ്പൊ ദിതിയുടെ മക്കള് ദൈത്യന്മാരെന്നും ധനുവിന്റെ മക്കള് ധനുജരെന്നുമായിട്ട് മാറി.
അപ്പൊ തൊട്ടു മുമ്പ് ദേവിക്ക് കാളി, ദുർഗ, പാർവതി എന്നുള്ള പല ഭാവങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ സമുദ്രപുത്രിയായിരിക്കുന്ന മഹാലക്ഷ്മിയും അതിൽ പെടുന്നുണ്ട്. അപ്പോ സുരലോകത്തിന് നന്മ നിറഞ്ഞവർക്ക്, അതായത് രണ്ടാമത്തെ ശ്ലോകം പറയുന്നു, സുരലോകത്തിന് അതായത് നന്മ നിറഞ്ഞവർക്ക്, നല്ല മനസ്സുള്ളവർക്ക് സദാ വരങ്ങളെ പ്രദാനം ചെയ്യുന്ന അല്ലയോ ദേവി. അപ്പൊ നന്മയും തിന്മയും അല്ലെ. അപ്പൊ നന്മയും തിന്മയും തിരഞ്ഞെടുക്കുന്നത് അവരവർക്ക് കിട്ടുന്ന ഫലത്തിൽ നിന്നായിരിക്കണം. നമ്മൾ ഫലം കിട്ടുമ്പോഴല്ല ദുഃഖിക്കേണ്ടത്. ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇന്ന കർമ്മത്തിന് ഇന്ന ഫലം. നല്ല കർമ്മത്തിന്, സത്കർമ്മത്തിന് സത്ഫലം, ദുഷ്കർമ്മത്തിന് ദുഷ്ഫലം. പിന്നെ ഫലം കിട്ടുമ്പോൾ നമ്മൾ അതിൽ ദുഃഖിച്ചിട്ട് കാര്യമില്ല. കാരണം നന്മയ്ക്കും തിന്മയ്ക്കും ഒരേപോലെ അല്ല ഫലം കിട്ടുന്നത്. അതാത് കർമ്മങ്ങൾക്ക് അതാത് ഒരു ശകലം പോലും മാറ്റമില്ല. അതാത് അവനവൻ ചെയ്യുന്ന കർമ്മങ്ങൾ, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ, അപ്പൊ അവനവൻ തന്നെ അനുഭവിക്കണം അല്ലെ. അപ്പൊ നന്മയും തിന്മയും ആരാ തിരഞ്ഞെടുക്കുന്നത്? നമ്മൾ തന്നെ. അവരുടെ ഫലം അവരെന്താ ഇങ്ങനെ അനുഭവിക്കണം എന്ന് ചോദിച്ചാല് അവര് ചെയ്ത കർമ്മത്തിന്റെ ഫലം. അതിനകത്ത് നമുക്ക് പങ്കുണ്ടോ? ഇല്ല. അപ്പൊ വേറൊരാളുടെ ദുഃഖത്തിൽ നമ്മൾ സന്തോഷിക്കണം എന്നല്ല പറയുന്നത്. അവരത് അനുഭവിക്കാൻ കാരണം അവര് തിരഞ്ഞെടുത്ത മാർഗം ശരിയല്ല. അപ്പൊ ഈ ദേവി ആരാണ്? ഉത്തമന്മാർക്ക് ധാർമ്മികമായിട്ടുള്ള ആഗ്രഹങ്ങളെ എല്ലാം നടത്തി കൊടുക്കുന്ന അമ്മയാണിത്. അപ്പൊ ആരാണ് സുരനും അസുരനും എന്ന് ചോദിക്കുകയാണെങ്കിൽ, ആരാണോ സദാ തന്റെ കർമ്മങ്ങളെ താൻ കഷ്ടപ്പെട്ടിട്ടാണ്, അധ്വാനിച്ചിട്ടാണ്, വിയർത്തിട്ടാണ്, വിഷമിച്ചാണ് ഇങ്ങനെ ചിന്തിച്ച് എല്ലാം നേടുന്നതെന്ന് ധരിക്കുന്ന ഓരോരുത്തരും അവരറിയാതെ പ്രപഞ്ചത്തിലെ നിയാമക ശക്തിയെ നിഷേധിക്കുകയാണ്, ദേവിയെ വെല്ലുവിളിക്കുകയാണ്. അവരെന്താ പറയണത്? ഞാൻ ചെയ്തു അല്ലെ, ഞാൻ അധ്വാനിച്ചതാണ് ഇത് ഉണ്ടാക്കിയത്, ഞാൻ ഒറ്റയ്ക്കാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ പറയുമ്പോ നമുക്ക് പ്രകൃതിയിൽ നിന്നുള്ള അനുഗ്രഹത്തെ കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്യുക ചെയ്യുന്നത്. നമുക്ക് വിയർക്കാനും നമുക്ക് എന്താ പറയാ കർമ്മങ്ങൾ ചെയ്യാനും ആ ഒരു വിഷമിച്ച് ദുഃഖിച്ച് കഷ്ടപ്പെട്ട് ഇതൊക്കെ ചെയ്യാൻ ആരെങ്കിലും പറഞ്ഞോ നമ്മുടെ അടുത്ത്? കാരണം അതൊക്കെ നമ്മൾ ചെയ്യുന്ന എന്താ? നമ്മുടെ ഒരു സന്തോഷത്തിൽ ഏത് കർമ്മവും മനുഷ്യൻ ചെയ്യുന്നത് അവനവന്റെ ഒരു സന്തോഷ പൂർത്തീകരണത്തിന്. ചില കർമ്മങ്ങൾ നമ്മൾ ചോദിക്കും, നിങ്ങൾ എന്തിനാ ചെയ്യുന്നത്? അപ്പൊ നമ്മൾ എന്താ ഇത് വളരെ വിട്ടിത്തരല്ലേ? പക്ഷെ അവർക്കത് സന്തോഷം കൊടുക്കുന്നു. ചിലര് ഗാർഡൻ ഉണ്ടാക്കുന്നു, ചിലര് തയ്ക്കുന്നു, ചിലര് പടം വരയ്ക്കുന്നു, ചിലര് പാട്ട് കേൾക്കുന്നു അല്ലെ. ഓരോരുത്തർക്കും ഓരോ കർമ്മത്തിലാണ് ഇഷ്ടം. പക്ഷെ അവര് എന്താ പറയാ, ഏത് കർമ്മം ചെയ്യുമ്പോഴും നമുക്ക് നമ്മളെ ചെയ്യാൻ നമ്മുടെ ഉള്ളിൽ ഒരു ശക്തിയുണ്ട്. ആ ശക്തി ഇരിക്കുന്നത് കൊണ്ടാണ് ഇത് ഞാനല്ല ചെയ്യുന്നത്, അവനവന്റെ വാസന പ്രേരിതമായിട്ടാണ് ആ കർമ്മം ചെയ്യണമെന്ന് ഒരു ധാരണ ഉണ്ടാവണം. അല്ലാതെ നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും ഇത് എന്റെ കഴിവാണ് എന്ന് അഭിമാനിക്കുമ്പോ ഈ പ്രപഞ്ചത്തിലെ നിയാമക ശക്തി, ഈ നമ്മുടെ കഴിവാണോ സൂര്യൻ ഉദിക്കുന്നത്? നമ്മുടെ കഴിവ് കൊണ്ടാണോ രാത്രി ചന്ദ്രൻ വരുന്നത്, കാറ്റ് വീശുന്നത്, ഋതുക്കൾ മാറുന്നത്, മഴ പെയ്യുന്നത്? മഴയെ നിർത്താൻ നമുക്ക് കഴിവുണ്ടോ? ഇപ്പൊ നിസ്സാരനായിരിക്കണം ഒരു ജീവിയുടെ അത്ര പോലും കഴിവില്ലാത്ത നമ്മൾ എന്തിനാണ് അഹങ്കരിക്കേണ്ടത്? അങ്ങനെ പറയുമ്പോൾ പ്രപഞ്ചത്തെ നടത്തുന്ന ഈ ദുർഗാ ഭഗവതിയായിരിക്കുന്ന പ്രപഞ്ച ശക്തിയെ നമ്മൾ വെല്ലുവിളിക്കുകയാണ്. അവിടെ ദേവി യാതൊരു അനുഗ്രഹവും കൊടുക്കില്ല. അപ്പൊ ഈ നിഷേധിക്കുന്ന ആ ഏതൊരുവനാണോ അവന്റെ വൈഭവങ്ങളെയും ശക്തിവിശേഷങ്ങളെയും അർച്ചനാ പുഷ്പങ്ങളായിട്ട് നല്ല മനസ്സോടെ നല്ല വാക്കുകളോടൊപ്പം ദേവി പാദത്തിൽ അർപ്പിക്കുന്നത്, ഇത് തന്റെ ജന്മജന്മാന്തര പുണ്യമനുസരിച്ച് ആ ഒരു വരത്തെ, അമ്മ എനിക്കിത് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, അമ്മ എനിക്കിത് കഴിഞ്ഞല്ലോ, അമ്മ കൂടെ ഉള്ളത് കൊണ്ടാണ് എന്ന് ആ ഒരു ധാരണയോടുകൂടി അമ്മയുടെ പാദത്തിൽ വെക്കുന്നത്. അമ്മ ഇത് എന്താ പറയാ, അമ്മ എന്താണ് വരം തരുന്നത് അതുപോലെ വരട്ടെ ഇതിന്റെ ഫലം. കർമ്മം ചെയ്യാൻ മാത്രമേ നമുക്ക് അധികാരമുള്ളൂ, ഫലത്തിന്റെ മേലെ യാതൊരു അധികാരവും ഇല്ല. ഭഗവാൻ നല്ല ഭംഗിയായിട്ട് പറയുന്നുണ്ട് അല്ലെ, കർമ്മണ്യേ വ്യാധികാരത്തെ മാ ഫലേഷു കഥാചന. നിങ്ങൾ കർമ്മം ചെയ്യൂ, ഫലം ആര് തരും? ഈശ്വരൻ തരും. അവിടെ നമുക്ക് കർമ്മഫലം, ഞാൻ ഇങ്ങനെ ചെയ്തു എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്ന് ചോദിക്കാൻ നമുക്ക് യാതൊരു അധികാരം ഇല്ല. അപ്പൊ അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരാളാണ് സുരൻ. അസുരൻ ആരാണ്? ഇതെല്ലാം എൻ്റെ ശരീരം, ഞാൻ എൻ്റെ അത്രയും കഷ്ടപ്പെട്ട് ചെയ്തതാണെന്ന് തന്റെ കർമ്മങ്ങളിൽ അഭിമാനിക്കുന്നവൻ. ഇതാണ് സുരനും അസുരനും. അപ്പോ ഈ തന്റെ ജന്മം, ആ ഒരു ജന്മാന്തര പാപങ്ങളും പേറി ഈ ജന്മത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ആരാണ് തോണ? നമ്മൾ എന്തുകൊണ്ടാണ് മനുഷ്യ ശരീരം എടുത്തിരിക്കുന്നത്? ജന്മാന്തര പാപങ്ങൾ അല്ലെ. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഓരോ കർമ്മങ്ങളും ദേവിയുടെ പാദങ്ങളിൽ, സർവം ലളിതാർപ്പണമസ്തു, എല്ലാം അമ്മയുടെ പാദങ്ങളിൽ അർപ്പിക്കണം. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോ എന്താ ഉള്ളിലിരിക്കണ ദേവിക്ക് ഈ ജലം സമർപ്പയാമി. എന്ത് കൊടുക്കുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും ആ അമ്മയ്ക്ക് സമർപ്പിക്കുക. കാരണം നമ്മളെല്ലാം പാപഭാരങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നവരാണ്. അതുകൊണ്ടാണ് നമുക്ക് ദുഃഖവും തടസ്സവും വിഷമങ്ങളും ഈ ദേവിയെ എത്ര പൂജിച്ചിട്ട് നമുക്ക് വരുന്നത്. ഇത് ഇല്ലാതാക്കാൻ ആർക്ക് കഴിയും?
അമ്മേ അവിടത്തേക്ക് മാത്രമേ കഴിവുള്ളൂ. അമ്മ തരുന്ന വരങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക്. ഈ വരങ്ങളെ ആര് കണ്ടെത്തുന്നോ, നമുക്ക് കിട്ടിയിരിക്കുന്ന ബ്ലെസ്സിങ് എല്ലാം അമ്മയുടെ വരങ്ങളാണ്. നമ്മളത് കാണാതെ പോണു. നമ്മൾ ഇന്ന് എത്രയോ പേരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്ര സുഖത്തിലാണ് നമ്മൾ കഴിയുന്നത്. നമ്മൾ ദുഃഖങ്ങളെ മാത്രം എണ്ണി പറക്കണു. കാരണം എന്താ? നമ്മൾ അമ്മയുടെ വരങ്ങൾ കാണണില്ല. അതുകൊണ്ടാണ് നമുക്ക് അമ്മയുടെ അടുത്ത് നന്ദി പറയാൻ പറ്റാത്തത്. ആരാണോ ഈ വരങ്ങളെ കാണുന്നത് അവനെയാണ് ശ്രേഷ്ഠൻ എന്ന് പറയുന്നത്. ഞാനാണ് നിയാമകൻ എന്ന് വിചാരിക്കുകയും എല്ലാം തന്റെ ബുദ്ധി കൊണ്ട് മാറ്റിക്കളയുമെന്നും എല്ലാം തന്റെ വൈഭവം കൊണ്ട് നേടാമെന്നും വിചാരിക്കുന്ന ആളുകള് കർമ്മവേളയിലും കർമ്മഫലവേളയിലും നിതാന്തമായിട്ടുള്ള ദുഃഖിയായിട്ട് തീരുന്നു. അവനാണ് അസുരൻ. അപ്പൊ ഈ ആസുരി ഭാവം എന്ന് പറഞ്ഞാൽ എന്താ? തന്റെ ശരീരത്തിലും തന്റെ കഴിവിലും അഹങ്കരിക്കുന്നവൻ, ഇതിനെ പ്രവർത്തിപ്പിക്കുന്ന ശക്തിയെ അറിയാത്തവൻ. അപ്പൊ ചിലർക്ക് പുറകെ എല്ലാം ഉണ്ടാകും. നമ്മൾ കണ്ടിട്ടുണ്ട്, എല്ലാ ഐശ്വര്യവും തികഞ്ഞവരല്ലേ. നമ്മൾ വിചാരിക്കും വാരിക്കോരി കൊടുത്തിരിക്കുന്നു ഈശ്വരൻ, എന്തോ ഒരു ഐശ്വര്യ. അവരുടെ പുറകെ പോയാൽ തന്നെ പ്രകൃതി താലമെടുത്ത് അവരുടെ പിറകെ നടക്കും. അവർക്ക് പണം വേണ്ട, അവർക്ക് യാതൊന്നും വേണ്ട. പക്ഷെ അവർക്ക് ഇങ്ങനെ വീണ്ടും വീണ്ടും ധനം വന്ന് കുന്നുകൂടിക്കൊണ്ടേയിരിക്കും. നമ്മൾ ചോദിക്കും അല്ലേ, നമ്മൾ ഇതിനെ ഭാഗ്യം എന്ന് പറയും. അവരുടെ കൂടെ പോയാൽ പോലും നമുക്ക് ഭാഗ്യം ഉണ്ടാകുന്നു നമ്മൾ വിചാരിക്കും. ഓർഡർ ഒന്നും കൊടുക്കണ്ട, അവരുടെ കൂടെ കുറച്ച് സമയം ഇരുന്നാൽ മതി. എന്നാൽ ചില ആളുകളുടെ കൂടെ പോയാലോ നമുക്ക് എപ്പോഴും ദുഃഖം മാത്രം വന്നുകൊണ്ടിരിക്കും. നമ്മൾ ഉൾപ്പെടെ എവിടെ ചെന്നാലും പ്രശ്നങ്ങള്, നട്ടം തിരിഞ്ഞുകൊണ്ടേയിരിക്കും ഇല്ലേ. വലിയ ഇതിന് കയ്യിൽ വലിയ സമ്പാദ്യമുണ്ട്, പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കുന്ന അനേക ജീവജാലങ്ങളുണ്ട്. എന്നാൽ സ്വന്തം ബുദ്ധിയിൽ അഹങ്കരിക്കുന്ന മനുഷ്യന് തന്റെ സ്വത്വത്തെ മറന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ പ്രകൃതിയെ, ആ ഒരു പ്രകൃതിയുടെ താളം നമ്മൾ മറന്നുപോയി. അപ്പൊ അങ്ങനെ സുരവരന്മാർക്ക്, നല്ല മനസ്സുള്ളവർക്ക് വരത്തെ പ്രദാനം ചെയ്യുന്നവൾ എടുത്തു പറയുന്നുണ്ട്. നല്ല മനസ്സുള്ളവർക്ക് ദേവി വരം കൊടുക്കുന്ന ആർക്ക്? നല്ല മനസ്സുകൾ, അതാ സുമനസ്സുകൾ. എന്താ സുമനസ്? തന്റെ ശരീരത്തിലും ബുദ്ധിയിലും അഹങ്കരിക്കാത്തവർ. അപ്പൊ ആ വരങ്ങളെ വർഷിക്കുന്ന ദേവിയാണ്. ഇപ്പൊ പ്രതീക്ഷിക്കാത്തത് എല്ലാം നൽകുന്നതാണ്. ഏതൊരു കൈ നമുക്ക് എന്തെങ്കിലും തരണമെങ്കിലും ആ ഭഗവതിയുടെ നിർദ്ദേശം വേണം. ഈ പ്രപഞ്ചത്തിൽ എന്തെങ്കിലും നമുക്ക് തരണമെങ്കിൽ, കാരണം എല്ലാവരുടെ ഉള്ളിലും ഈ അമ്മയാണ് ഇരിക്കുന്നത്. നമ്മൾ ചെന്ന് നീട്ടുന്നിടത്ത് ആ കയ്യിൽ എന്തെങ്കിലും വരണമെങ്കിൽ ആ തരുന്ന ആളിന്റെ ഉള്ളിലും അമ്മയാണെന്ന് മനസ്സിലാക്കണം. ആഗ്രഹിക്കുന്നതിൽ കൂടുതൽ കിട്ടും. കാരണം ഈ ദേവിയെ ഉപാസിച്ചാല്, ഈ ദേവിയുടെ പാദത്തിൽ സമർപ്പിച്ചാല്, മനസ്സ് പ്രാർത്ഥന നിരതമാകുമ്പോൾ നമുക്കെന്താ, നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നടക്കും. അപ്പൊ നമ്മൾ എന്ത് വേണം? നമ്മുടെ ഇതിലല്ല അഹങ്കരിക്കേണ്ടത്, ദേവിക്ക് നന്ദി പറയണം. ആദ്യ ശ്ലോകമായിരിക്കണം ഐഗിരി നന്ദിനി എന്ന് തുടങ്ങുന്ന ശ്ലോകത്തില് നമ്മൾ സൃഷ്ടി ഉന്മുഖമായിരിക്കണം. ആ സൃഷ്ടിച്ചതിനെ പരിപാലിക്കപ്പെടുന്ന ദേവിയുടെ തലത്തിലൂടെയാണ് കടന്നു പോണത്. അപ്പൊ ഭാഷ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ അബോധമാണ്. ആദ്യത്തെ രണ്ടാമത്തെയും ശ്ലോകങ്ങൾ എടുക്കുമ്പോൾ അതിലെ ശബ്ദജാലങ്ങള് ഒരു ഉപാസനാപൂർവം ഒന്ന് ചിന്തിക്കണം. എന്താന്ന് വെച്ചാല് ഭാഷ ഒരു വ്യക്തിയുടെ സംസ്കാരമാണ്. കാരണം വാക്ക് മനസ്സിനോട് ചേരുമ്പോഴാണ് ഒരു വ്യക്തിക്ക് താൻ ജീവിക്കുന്ന പ്രപഞ്ചം ഉണ്ടാകുന്നത് അല്ലെ. എല്ലാവർക്കും, ഏത് രാജ്യത്ത് ജീവിക്കുന്ന ഒരാൾക്കും ഭാഷയാണ് പ്രധാനം. അപ്പൊ എങ്ങനെയുള്ള പ്രപഞ്ചം ഉണ്ടാകണം എന്ന് നിശ്ചയിക്കുന്നത് ആരാണ്? ഈ പാരമ്പര്യ ഭാഷയാണ്. അപ്പൊ ഭാഷയുടെ തനത് പാരമ്പര്യത്തിൽ നിന്ന് അകലുമ്പോൾ ഭാഷയുടെ വികാരവും ആന്തരികാർത്ഥങ്ങളും മാറിക്കൊണ്ടേയിരിക്കും. ഒരു വ്യക്തിക്ക് ബുദ്ധി കൊണ്ടാണോ പൂർവ്വജന്മാർജിതമായിട്ടുള്ള വാസനകൾ കൊണ്ടാണോ അർത്ഥങ്ങൾ മനസ്സിലാകുന്നത്? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കേണ്ടതാണ്. കാരണം ഭാഷ എന്നത് ബുദ്ധി വികാസം കൊണ്ടുണ്ടാകുന്നതല്ല. അവനവന്റെ നൈസർഗികമായിരിക്കുന്ന പാരമ്പര്യത്തിൽ നിന്നാണ് ഭാഷ ഉണ്ടാകുന്നത്. ഏത് വാക്കിലും ശബ്ദവും അർത്ഥവും ഉണ്ട് അല്ലെ. അപ്പൊ അർത്ഥങ്ങൾ എത്ര പഠിച്ചു വെച്ചാലും അവനവന്റെ വാസനയ്ക്കും സംസ്കാരത്തിനും അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. നമ്മളിനി എത്ര പറഞ്ഞു കൊടുത്താലും അവർക്ക് അതിന് ഗ്രാഹ്യശക്തി ഏത് രീതിയിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ടോ അതുപോലെ സാധ്യമാവുള്ളൂ. ഉയർന്ന തലത്തിലുള്ളവരും അത് നമ്മൾ ആ കുറ്റമല്ല, അവര് കൊണ്ടുവന്നിരിക്കുന്ന വാസനകളാണത്. അപ്പൊ അതനുസരിച്ച് അവർക്ക് നമ്മൾ ഒരേ വാക്ക് തന്നെ 10 പേര് 10 രീതിയിലായിരിക്കും അതിന്റെ ഇന്റർപ്രിട്ടേഷൻ വരിക. അതിന് കാരണം എന്താ? അവരുടെ ഉള്ളിലെ വാസന. അപ്പൊ പുറത്തേക്ക് തുറന്നു വെക്കുന്ന 5 ജ്ഞാനേന്ദ്രിയങ്ങള്, ആ ജ്ഞാനേന്ദ്രിയങ്ങളാണ് ത്വക്കെന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാല് ത്വക്കാണ് മഹാഭൂതം. എന്താ കാര്യം? കണ്ണിന് കാഴ്ചയില്ലെങ്കിൽ, ചെവിക്ക് കേൾവിയില്ലെങ്കിൽ, മൂക്കിന് മണക്കാൻ പറ്റിയില്ലെങ്കിൽ അത് വെറും തൊലിയാണ് അല്ലെ. കണ്ണ് കാണുന്നതുകൊണ്ട് നമ്മൾ കണ്ണെന്ന് പറയുന്നു, കാഴ്ചയുണ്ടെന്ന് പറയുന്നു. അവിടെ കാണാൻ പറ്റിയില്ലെങ്കിൽ എന്താ? വെറും ഒരു തൊലിയാണ് കണ്ണ്. അതുപോലെ തന്നെ ചെവിയും. അപ്പൊ ത്വക്കിലെ ദേവതാ സാന്നിധ്യമാണ് പുറത്തുള്ള വിഷയങ്ങളെ അകത്തേക്ക് കൊണ്ടുവന്ന് അത് മനസ്സ് സ്വീകരിച്ചിട്ട് അതിന്റെ പ്രതികരണങ്ങളായിരിക്കുന്ന കർമ്മേന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത് അല്ലേ. അപ്പൊ ഇതിന് കാരണമാകുന്ന എന്താ? ശബ്ദ സ്പർശ രൂപരസ ഗന്ധങ്ങളാണ്. എല്ലാത്തിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ശബ്ദമാണ്. കാരണം ഇതിലെ
പ്രത്യേക ശബ്ദ തരംഗങ്ങൾ ഈ 2 ശ്ലോകങ്ങൾ നമ്മൾ വായിച്ചപ്പോഴും കണ്ടു ഇല്ലേ? ഇപ്പൊ സൂര്യന്റെ പ്രകാശം, നദികളുടെ ഒഴുക്ക്, പർവ്വതങ്ങളുടെ കിടപ്പ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് ഒരു നിയാമക ശക്തിയുടെ പ്രഭാവം. അതാണ് ശബ്ദ സ്പർശ രൂപരസഗന്ധങ്ങളിൽ പ്രകടമാകുന്നത്. എല്ലാത്തിനെയും ഒരു നിയാമക ശക്തിയാണ് പ്രകടമാക്കുന്നത്. കാരണം അതിനൊരു ശബ്ദമുണ്ട്. എന്താണ് താളം? ഏത് പ്രപഞ്ച ശബ്ദം എടുത്തു നോക്കിയാലും നമ്മൾ പറയണു അത് പ്രണവമാണ്. കടൽ എരമ്പുന്നത്, ശംഖിനകത്ത് സൂര്യൻ, ഇന്നിപ്പോ നാസ കണ്ടുപിടിച്ചിട്ടുണ്ട്, സൂര്യൻ ജ്വലിക്കുന്നത് നോക്കുമ്പോ പ്രണവമാണ്. അപ്പൊ ഒരു എന്താ പറയാ, ഈ ഒരു നമ്മുടെ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ എല്ലാത്തിനെയും സ്വാധീനിക്കുന്നത് ആരാണ്? ഈ ഒരു അകാര ഉകാര മകാരങ്ങളിലൂടെ ഇരിക്കുന്ന ഈ ദേവീ ശക്തിയാണ്. അപ്പൊ ഈ ഒരു വ്യക്തി ജീവിക്കുന്നത്, അതായത് ഈ ശബ്ദ സ്പർശ രൂപരസഗന്ധങ്ങളൊക്കെ പ്രകടമാകുന്നത് നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ. ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് വെറും വാതിലുകളാണ്, പക്ഷെ നമ്മുടെ മനസ്സിലൂടെയാണ് അത് പ്രകടമാകുന്നത് അല്ലെ? ഒരു രാജ്യത്തിൽ തന്നെ വിവിധ ഭൂവിഭാഗങ്ങളിൽ ജീവിക്കുന്നവര് വ്യത്യസ്ത തലത്തിലാണ്, വ്യത്യസ്ത സംസ്കാരത്തിലാണ് അവർ ജീവിക്കുന്നത്. ഇപ്പൊ ഇവിടുന്ന് നാഗാലാൻഡിൽ ചെന്നാല് അവര് വേറെ ഭാഷ, വേറെ സംസ്കാരം അല്ലെ? എന്താ അത് കാണിക്കുന്നത്? മനസ്സ് നല്ലതായിട്ട് അതിൽ രമിക്കുന്ന ആ ഒരു മനസ്സിന്റെ തലത്തിലാണ് നമ്മുടെ വാസനകൾ പ്രകടമാകുന്നത്. അപ്പൊ മനസ്സെന്ന് പറയുന്നതാണ് നമ്മുടെ ആ ഒരു ലോകം. ആലോക്യത ഇതിൽ ലോകഹ, നമ്മുടെ ലോകം എന്ന് പറയുന്നത് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന വാസനകളും നമ്മൾ ഈ 5 ഇന്ദ്രിയങ്ങളിൽ കൂടെ ലോകത്തെ കാണുന്നതാണ്. അപ്പൊ ഈ അസുരനും ദേവനും എങ്ങനെയാവുന്നത്? മനസ്സ് നല്ലതായിട്ടിരിക്കുന്നവനെ നമ്മൾ സുരൻ എന്ന് പറയുന്നു. അസു എന്ന് പറയുന്ന പ്രാണൻ, അസു എന്ന് പറഞ്ഞാൽ പ്രാണൻ. അപ്പൊ അസുവില് രമിക്കുന്നവൻ, അസു രമന്റെ പ്രാണന്മാർ, അതിനെയാണ് നമ്മൾ അസുരൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ അസുരൻ രണ്ടുപേരും ദേവിക്ക് ഒരുപോലെയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ദേവന്മാർക്ക് വരം കൊടുക്കുന്നത് അസുരന്മാർക്ക് കൊടുക്കാത്തതും? ദേവി ശ്രേഷ്ഠർക്ക് വരങ്ങൾ കൊടുക്കുന്നു. ദുർധരൻ എന്ന മഹിഷാസുരന്റെ സേനാപതിയെ ഇല്ലാതാക്കുന്നവളാണ് ദേവി എന്ന് നമ്മളിപ്പോ കണ്ടു. ദുർമുഖൻ, എത്ര പേര് ആ അസുര സേനാധിപതികളെയൊക്കെ ദേവി എല്ലാവരുടെയും ഹർഷത്തിന് താല്പര്യമുള്ളവളാണ്. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ദേവി ഈ ദുർമതമുള്ളവരെ, ഈ ദുഷ്പ്രവണതയുള്ളവരെ ഇല്ലാതാക്കണു. അപ്പൊ ഈ 3, അതായത് നമ്മുടെ ഗായത്രി മന്ത്രത്തിന്റെ ഭൂർ ഭുവർ സുവ എന്ന് പറയുന്ന ഭൂലോകം, ഭുവർലോകം, സുവർലോകം, ഈ 3 ലോകങ്ങളെയും സംരക്ഷിക്കുന്ന അല്ലയോ ദേവി, അവരുടെ സുഖത്തിൽ താല്പര്യമുള്ള അല്ലയോ ഭഗവതി, ത്രിഭുവന പോഷിണി, ഈ 3 ലോകങ്ങളിലുള്ളയും പോഷിപ്പിക്കുന്ന അല്ലയോ അമ്മേ, ഈ ജനിമൃതികളെ, അതായത് ജനിമൃതികളിലൂടെ വർദ്ധിക്കുന്ന മനുഷ്യ കുലം, ജനിക്കുന്നു മരിക്കുന്നു ഇങ്ങനെയുള്ള ഒരു ജനന മരണ ചക്രത്തിലൂടെ വന്നു പോയിക്കൊണ്ടിരിക്കണം അല്ലെ? ആ ആളുകളെ, ആ തന്റെ സന്താനങ്ങളെ സന്തോഷിപ്പിക്കുന്ന അല്ലയോ ദേവി, ശങ്കരനായിരിക്കുന്ന സദാശിവനെ സന്തോഷിപ്പിക്കുന്നവൾ. ശിവൻ എന്ന് പറഞ്ഞാൽ ശക്തിയോട് ചേർന്നാൽ മാത്രമേ യുക്തനായിട്ട് തീരുന്നുള്ളൂ അല്ലെ? ശിവശക്തിയായിട്ടോ യതി ഭവതി ശക്ത പ്രഭവിതും. അപ്പൊ ശിവൻ എങ്ങനെയാ സന്തോഷിക്കുന്നത്? ദേവിയുമായിട്ട് ചേരുമ്പോ. താന്ത്രിക സങ്കല്പം അങ്ങനെയാണ്. അപ്പൊ പാപങ്ങളെ നശിപ്പിക്കുന്ന അല്ലയോ ദേവി. അതുകൊണ്ടായിരിക്കാം നമ്മള് എന്താ പറയാ, ആ ഒരു ശ്രീവള്ളി എന്ന് പറഞ്ഞ ഒരു പ്രസിദ്ധനായ ഒരു എന്താ പറയുക കലാകാരൻ ഉണ്ടായിരുന്നു. അദ്ദേഹം എഴുതിയ വരികളാണിത്. ആ ഒരു ശക്തി ഉപാസകന്റെ ശക്തിയിലുള്ള ഉറച്ച വിശ്വാസമാണ് ഈ വരികൾ എന്ന് പറയുന്നു. കാരണം വളരെ രസമാണ് ഇത് കേൾക്കാൻ. ദുഷ്കർമ്മം ചെയ്തിരിക്കാം അഹം, അദ്ദേഹം എഴുതിയ വാക്കുകളാണ്. അത് മുഴുവനും ചിത്രഗുപ്തൻ കണക്കിൻ ബുക്കിൽ കൊള്ളിച്ചിരിക്കാം. യമനും അത് കണ്ടോട്ടെ എന്നായിരിക്കാം. മുക്കണ്ണന്റെ പാതിമൈ തവ തൃക്കാലിഴും കാലമാരും മുഷ്കനിൽ ചേർക്കും എന്നൊരു ഭയം അടിയനില്ല, പുല്ലാണെല്ലാം. അപ്പൊ ഈ തന്റെ ഇടത്തിലൂടെ ഈ കവി എന്താ എഴുതിയിരിക്കുന്നത്? ഒരു ശക്തി ഉപാസകനാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് എന്താണ്? ഞാൻ ദുഷ്കർമ്മങ്ങൾ ചെയ്തിരിക്കാം, ചിത്രഗുപ്തൻ അത് കണക്ക് ബുക്കിൽ കൊള്ളിച്ചിരിക്കുകയും ചെയ്യാം, യമൻ അത് കണ്ടിരിക്കാം, പക്ഷെ എനിക്കതൊന്നും ഒരു കാര്യമല്ല. എന്താ കാര്യം? മുക്കണ്ണന്റെ പകുതി മെയ്യായ ദേവി ദാസനായ എന്നിൽ ആരും മുഷ്കു ചേർക്കുമെന്ന ഭയം എനിക്കില്ല. എന്താണ് ഒരൊറ്റ ക്വാളിറ്റിയാ ഉള്ളത്? എന്താ? മുക്കണ്ണനായിരിക്കുന്ന ശിവന്റെ ഭാര്യയായിരിക്കുന്ന പത്നിയായിരിക്കുന്ന ദേവിയുടെ ദാസനാണ് ഞാൻ. എവരൊക്കെ എന്താ എന്നെ ചെയ്യുക? ഈ യമനോ ചിത്രഗുപ്തനോ ഒന്നും എന്നെ ചെയ്യാൻ പറ്റില്ല. ഇതൊരു സാധാരണക്കാരന് പറയാൻ പറ്റുമോ? പറ്റില്ല. അചഞ്ചലമായിരിക്കുന്ന ഒരു ദേവി ഭക്തന് മാത്രമേ ഇങ്ങനെ എഴുതാൻ സാധിക്കൂ. ഈ ദേവി ചരണങ്ങളില് കണ്ടാ പോരാ, ഈ ദേവി ചരണങ്ങളിൽ ശരണാഗതി ചെയ്താൽ പോരാ, പിന്നെ എന്താ വേണ്ടത്? അത് നമ്മുടെ ശിരസിൽ പതിയണം. ഈ 2 പാദങ്ങൾ നമ്മുടെ ശിരസിൽ ഉണ്ടായിരിക്കണം. അതിന് വേറെ അനുഗ്രഹം വേണം.
എന്താ അനുഗ്രഹം? അവധൂത, നമ്മള് ആ ഉന്മന എന്നുള്ള ഭാവത്തില് അതിൽ നിന്ന് ഉയരണം. എന്നാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാരണം അത്ര ദേവി എന്റെ കൂടെ ഉണ്ട്, എന്റെ ആണ് ദേവി. ഈ ദേവി ഉള്ളപ്പോ എനിക്ക് ബാക്കിയെല്ലാം പുല്ലാണ് അദ്ദേഹം പറയുക. ഒന്ന് ആലോചിച്ച് നോക്കൂ. സമസ്ത പാപവാസനകളെ ഇല്ലാതാക്കുന്ന ദേവി. അപ്പൊ കിൽബിഷ മോഷിനിയായ ദേവി. അപ്പൊ അവിടുന്ന് ഘോഷരഥയാണ്. ഘോഷരഥ എന്ന് പറഞ്ഞാൽ വേദമന്ത്രത്തിൽ സന്തോഷിക്കുന്നവൾ, ശ്രുതിയുടെ ഘോഷങ്ങളിൽ സന്തോഷിക്കുന്നവൾ, സകല ജീവികളുടെയും ആ സത്യം താനായിട്ടിരിക്കുന്നവൾ, ആനന്ദമായിട്ടിരിക്കുന്നവൾ. ഇതിനെയാണ് നമ്മൾ സദ്ഭാവം എന്ന് പറയുന്നത്. അപ്പൊ ഘോഷം എന്നാൽ ശ്രുതിയാണ്. ഇതിന്റെ താല്പര്യത്തെ, അറിവിനെ ഉൾക്കൊണ്ടവൾ എന്ന് പറയാം. അതുകൊണ്ടാണ് ദേവിക്ക് ചിത് ഭാവം എന്ന് പറയുന്നത്. ദാനവന്മാരെയും ദൈത്യന്മാരെയും നശിപ്പിക്കുന്നവൾ, ധനുജ നിരോഷിണി, ദിതിസുത രോഷിണി. അസുര വിഭാഗത്തിലെ രണ്ട് പ്രധാന ദൈത്യന്മാരും ദാനവന്മാരെയും ഇല്ലാതാക്കുന്ന അല്ലയോ ദേവി, എല്ലാവരിലുമുള്ള ദുർമതത്തെയാണ് അങ്ങ് ഇല്ലാതാക്കുന്നത്. ദുരഹങ്കാര നാശം വരുത്തുന്ന അല്ലയോ ദേവി, അമ്മ ആരാണ്? സിന്ധു എന്ന് പറയുന്ന ക്ഷീരസാഗരത്തില്, അതായത് പാൽക്കടലിൽ നിന്നുണ്ടായ മഹാലക്ഷ്മിയാണ് സിന്ധു സുതേ. ഇനി മറ്റൊരർത്ഥം പറയുന്നത് സുധാസിന്ധുവിൽ ഇരിക്കുന്നവളെ. ശരിക്കും നമ്മുടെ താന്ത്രികമായിട്ട് പറയുകയാണെങ്കിൽ ദേവി സുധാസിന്ധൂർ മധ്യേ സുരവിട വിവാടി പരിവൃത എന്നുള്ള സൗന്ദര്യ ലഹരി ശ്ലോകത്തില് സുധാസിന്ധുവിന്റെ മധ്യത്തിൽ ഇരിക്കുന്നവളെ, മണിദ്വീപത്തിൽ ഇരിക്കുന്നവരെ, ശിവാകാര മഞ്ചത്തിൽ ഇരിക്കുന്നവളെ, ബ്രഹ്മാവിഷ്ണു രുദ്ര ഈശ്വരന്മാരാകുന്ന മഞ്ചത്തിന്റെ ആ കാലുകളായിട്ടിരിക്കുന്ന സദാശിവനാകുന്ന പലകയില് ശിവാകാര മഞ്ചത്തില് ആ സുധാസിന്ധുവിൽ ഇരിക്കുന്ന അല്ലയോ ദേവി. അതാണ് ദേവിയുടെ സദ്ഭാവം, ചിദ്ഭാവം, ആനന്ദഭാവം. ഇത് മൂന്നും കൂടെ ചേർന്നതിനെയാണ് നമ്മൾ സച്ചിദാനന്ദം എന്ന് പറയുന്നത്. സത്ത്, ചിത്ത്, ആനന്ദം. അപ്പൊ ഹർഷരഥേ, ഘോഷരഥേ, സിന്ധു സുതേ. എന്താണ് ഈ സിന്ധു സുതേ എന്നുള്ളത്? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബൈന്ധവ സ്ഥാനം, ഒരു ഉപാസകനെ സംബന്ധിച്ച് അവന്റെ ബൈന്ധവ സ്ഥാനത്തുള്ള സുധാ സിന്ധു. ബൈന്ധവ സ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സഹസ്രാര പത്മത്തിലിരിക്കുന്ന ബൈന്ധവ സ്ഥാനം. ഐം എന്ന് പറയുന്ന ബീജം, ഐം എന്ന് പറയുന്ന ആനന്ദ സ്വരൂപം, അമൃത കരതല്ലേ. കാരണം ആ രീതിയിലുള്ള ബാലാവിക്രമ നന്ദിത, ബാല പരമേശ്വരിയുടെ മന്ത്രത്തില് ഐംകാരത്തോട്, അതായത് ബാലയാണ് മന്ത്രസ്വരൂപത്തിലിരിക്കുന്ന ബാലയാണ് ഇവിടെ പറയണത്. ആയിട്ടുള്ള ആനന്ദ രൂപിണിയായിട്ടിരിക്കുന്നത് ശരിക്കും ബാല ഭൈരവി. ഇപ്പൊ സുധാസിന്ധുവിൽ ഇരിക്കുന്ന ബാല, അത് ബാലവിംശതിയിലും ദേവിയുടെ ധ്യാനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. ഒരു മനുഷ്യന്റെ ബൈന്ധവ സ്ഥാനത്ത്, ഒരു ഉപാസകന്റെ ബിന്ദു സ്ഥാനത്ത് ഇരിക്കുന്നവളെ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ആനന്ദ സ്വരൂപിണിയായിരിക്കുന്ന അല്ലയോ അമ്മേ. അപ്പൊ സത്ത പ്ലസ് ചിത്ത പ്ലസ് ആനന്ദമാണ് സച്ചിദാനന്ദം. അപ്പൊ ആ ഒരു ദുർധരനെയും ദുർമുഖനെയും എല്ലാം ആ ദുഷ്ടമായി ധാരണ ചെയ്യുന്നവൻ, അതാണ് ദുർധരൻ. ധാരണ അല്ലെ. സുധരൻ എന്ന് പറഞ്ഞാൽ എന്താ? നല്ല ധാരണയുള്ളവൻ. എല്ലാറ്റിന്റെയും എന്റേത് എന്നുള്ള ഉടമസ്ഥ ഭാവമുള്ളവനാണ് ദുർധരൻ. അപ്പൊ ദുർമുഖൻ എന്നാല്, മുഖം എന്ന് പറഞ്ഞാൽ വായെന്നാണ് അർത്ഥം. അപ്പൊ ആ ദുർമുഖൻ എന്ന് പറഞ്ഞാല് ഒരു വായ, ഒരർത്ഥം. അതായത് വേറൊരു അർത്ഥം പറയണെങ്കിൽ ജിഹ്വ അല്ലെങ്കിൽ നാവ്, അതായത് വാക്ക്, രസന, ഇത് ദുഷിച്ചവൻ. ഇപ്പൊ വായ തുറന്നാല് നമ്മൾ എന്താ ഉള്ളത്? സ്നേഹം, കാരുണ്യം, നന്മ ഇവ ഓടി ഒളിക്കും അല്ലെ. സാധാരണഗതിയിൽ ആവശ്യമില്ലാതെ സംസാരിക്കുക. എപ്പോഴാണോ നമ്മൾ ആവശ്യമില്ലാതെ സംസാരിക്കുന്നത്, അപ്പൊ വാക്കുകള് നമുക്ക് നമ്മുടെ കയ്യിൽ നിൽക്കില്ല. ആവശ്യത്തിന് മാത്രമേ സംസാരിക്കാവൂ. നമ്മൾ വാ തുറക്കുമ്പോ എന്താ വേണ്ടത്? നമുക്ക് സ്നേഹത്തോടെ, കാരുണ്യത്തോടെ, നന്മയോടെ സംസാരിക്കാം. ഈ ദുർധരനും ദുർമുഖനും ഇത് രണ്ടാണ്. നമ്മൾ തെറ്റായിട്ടുള്ള കുറെ ധാരണകൾ വച്ചു പുലർത്തും. ഞാൻ ആരോ ആണ്, മറ്റതാണ്. ദുർമുഖനോ വാ തുറന്നാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുക. ഈ രണ്ടുപേരെയാണ് ദേവി ഇല്ലാതാക്കുന്നത്. അപ്പൊ നമ്മൾ അധികം ഇനി സംസാരിക്കണം വേണ്ട. എന്താ? ദേവിയുടെ കാര്യം പറയാൻ മാത്രം വാ തുറന്നാൽ മതി അല്ലെ. ഈ ഇവരെയൊക്കെ നശിപ്പിക്കുന്നവളാണ് ദേവി. കാരണം ഇതില് വാക്പാരുഷ്യമുള്ളവൻ, വാക്കുകൊണ്ട് പരുഷമായിട്ട് സംസാരിക്കുന്നവൻ, ഇവരെയൊക്കെ നശിപ്പിക്കുന്ന അല്ലയോ ദേവി. ജീവന്മാരുടെ സ്ഥൂലവും സൂക്ഷ്മവും കാരണവുമായ ദേഹങ്ങളെ, അവയിലുള്ള ദുർവാസനകളെ മാറ്റി സദ്ഭാവം പുലർത്തുന്ന അമ്മേ ഹർഷരഥേ. ഭക്തർക്ക് മംഗളദായിനിയായിട്ടിരിക്കുന്ന, അവരുടെ പാപങ്ങളെ നശിപ്പിക്കുന്ന ചിത്ഖനാനന്ദമയ്യായിരിക്കുന്ന ഭഗവതി അല്ലയോ ദേവി. ആ ഒരു ദൈത്യന്മാരെ വധിച്ച് സുധാസിന്ധുവിൽ വസിക്കുന്ന ബൈന്ധവസ്ഥാന യുക്തമായിരിക്കുന്ന ഗിരിരാജകുമാരി, മനോഹരമായിരിക്കുന്ന ജടയോടുകൂടിയ അല്ലയോ മഹിഷാസുരമർദിനി ജഗദംബികെ, അവിടുന്ന് വിജയിച്ചരുളിയാലും. ഇതാണ് രണ്ടാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം. ഇത്രയും നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഈ രണ്ട് ശ്ലോകങ്ങളും നിങ്ങൾ വായിച്ചു നോക്കുക. കാരണം ഇതൊക്കെ വളരെ എളുപ്പമുള്ളതാണ്.
ഇനി വരുന്ന ശ്ലോകങ്ങളാണ് കുറച്ചുകൂടെ പാട്. നമുക്ക് ഇതുപോലെ അതിന്റെ വാക്കിന്റെ അർത്ഥങ്ങളെല്ലാം പഠിച്ചു പോയി കഴിഞ്ഞാൽ 21 ശ്ലോകങ്ങളും നമുക്ക് നന്നായിട്ട് അർത്ഥത്തിന്റെ, നമ്മൾ വായിക്കുമ്പോൾ അർത്ഥം ഉള്ളിൽ വന്നാൽ മാത്രം മതി, അങ്ങനെ ജപിക്കാൻ സാധിക്കും ഇല്ലേ. നമുക്ക് ശനിയാഴ്ച പറ്റുമെങ്കിൽ ശനിയാഴ്ചയും കൂടി ഇതിന്റെ ബാക്കി കാണാം. നാളെ നമുക്ക് ദേവിയുടെ ഉപചാരങ്ങൾ തുടരാം. ഇന്ന് ഇവിടെ നിർത്താം. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.